VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വാഴ്ത്തിയ വിവാദ വ്യവസായിയാണ് ഫാരിസ് അബൂബക്കർ. പിണറായിയുടെ ബിനാമി എന്നൊക്കെ പണ്ട് VS പക്ഷക്കാർ പറഞ്ഞു നടന്നു. ഫാരിസിന്റെ മാധ്യമ സ്ഥാപനം നയിക്കുന്ന സംവിധായകൻ രഞ്ജി പണിക്കർക്ക് അടുത്ത കാലത്തായി കാര്യമായ സിനിമാ പ്രവർത്തനം ഒന്നുമില്ല. എന്നാൽ പിണറായിയെ വില്ലനാക്കി സിനിമയെടുത്താൽ കിട്ടുമായിരുന്ന ലക്ഷങ്ങൾ അദ്ദേഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അത്രേ. ഇക്കാലത്ത് VSനെ വില്ലനാക്കി രൗദ്രം എന്ന സിനിമ സംവിധാനം ചെയ്തതാണ് ആകെ ചെയ്തു കൊടുത്ത ഒരേ ഒരു ഉപകാരം. രഞ്ജി പണിക്കരുടെ പിണറായി ഭക്തിയും രൗദ്രത്തിലൂടെ കാട്ടിക്കൊടുത്ത VS വിഭക്തിയും ഇനി കാണാം. എനിക്ക് പിണറായി വിജയനോട് ഇവർ പ്രകടിപ്പിച്ചതുപോലുള്ള വലിയൊരു സ്നേഹവും തോന്നുന്നില്ല. ചെറിയൊരു ശത്രുതയാണ് എനിക്ക് പിണറായി വിജയനോടുള്ളത്. അത് അദ്ദേഹം ലാവ്ലിൻ എന്ന കരാറിടപാടിൽ കുറെ കോടികൾ തട്ടിച്ചു എന്ന ആരോപണം വിശ്വസിക്കുന്നത് കൊണ്ടല്ല ശത്രുത. അദ്ദേഹം കേരളത്തിന്റെ ഖജനാവിന് അനേകം കോടികൾ നഷ്ടപ്പെടുത്തി എന്ന അബദ്ധജടിലമായ ആരോപണം വിഴുങ്ങാൻ തയ്യാറായതുകൊണ്ടുമല്ല എനിക്ക് ശത്രുത. കഴിഞ്ഞ 10-12 വർഷത്തിനിടയ്ക്ക് എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ശ്വാസം വിട്ടേ. അയ്യോ, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. പിണറായി വിജയനെ വില്ലനായി ചിത്രീകരിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ കാനഡയിൽ പോയി ഷൂട്ട് ചെയ്യാം, കാശ്മീരിൽ പോയി ഷൂട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും പോയി ഷൂട്ട് ചെയ്യാം, എത്ര പണം വേണമെങ്കിലും മുടക്കാം എന്ന് കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഓഫറുകൾ എനിക്ക് നിരസിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പിണറായി വിജയൻ കള്ളനല്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. കക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ വ്യക്തിത്വമല്ല പിണറായി വിജയന്റേത് എന്ന് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഈ ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായ കാലം മുതൽ അതിന്റെ രേഖകൾ, അതിന്റെ വസ്തുതകൾ, അതിന്റെ വശങ്ങൾ ഇതെല്ലാം അനുധാവനം ചെയ്യാൻ ശ്രദ്ധാപൂർവം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പറ്റില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് എനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായത്. പാർട്ടി സമ്മേളനം എല്ലാം തോക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ പോലെ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടേയുള്ള രീതിയാ. കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടുകളെ. അതിന്റെ ആയിപ്പോ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. വേണമെങ്കിൽ നരേന്ദ്രപ്രസാദിനെയോ NF വർഗീസിനെയോ അല്ലെങ്കിൽ രാജൻ P ദേവിനെയോ ഒരു വെള്ള ഷർട്ട് ഇടുവിച്ച് ഞാൻ ചെയ്ത സിനിമകൾ നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും. തലസ്ഥാനം, പയ്യൻ, ഏകലവ്യൻ, കമ്മീഷണർ, കിങ്, ഇതിലേക്ക് രാഷ്ട്രീയ കഥാപാത്രങ്ങൾ ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവും. അങ്ങനെ ഒരു കഥാപാത്രമാക്കി നിർത്താൻ ഞാൻ തയ്യാറല്ലാതായത്, ഈ സാമ്പത്തിക നഷ്ടം സഹിച്ചത് പിണറായി വിജയന്റെ സത്യസന്ധതയിൽ എനിക്ക് അടിയുറച്ച വിശ്വാസം. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാൻ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സ്ട്രോങ് ഫേസ്. അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും. കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വളഞ്ഞു വെച്ച് ആക്രമിക്കുമ്പോൾ അതിനോട് ഇത്ര മനോഹരമായി, ഇത്ര സമചിത്തതയോടുകൂടി പ്രതികരിച്ച ഈ ഹൃദയം, എന്റെ അറിവിൽ പിണറായി വിജയൻ ഏത് പാർട്ടി പരിപാടി കഴിഞ്ഞു വന്നാലും, ഏത് യാത്ര കഴിഞ്ഞു വന്നാലും, ഏത് സഞ്ചാരം കഴിഞ്ഞു വന്നാലും, AKG സെന്ററിൽ നിന്ന് വീട്ടിൽ വന്നാലും ഒരു ഉറക്ക ഗുളികയുടെ സഹായമില്ലാതെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഈ ഹൃദയം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് വൈദ്യശാസ്ത്രം ഗവേഷണം ചെയ്ത് തീരുമാനിക്കും. ഡയലക്ടിക്കൽ മെറ്റീരിയൽസം വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? പുസ്തകം വല്ലതും? സാറുണ്ട്. ഒക്കെ ശരിയാ, പക്ഷെ മക്കൾക്കൊരു ആവശ്യം വന്നാല് ചിലപ്പോ പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിച്ചു പോകും ഭഗവാനെ എന്ന്. ഈ മുഴുവൻ മാധ്യമങ്ങളുടെയും ഗൂഢാലോചനകൾക്ക് പിന്നിൽ എന്തായിരുന്നുവെന്ന് മലയാളി തിരിച്ചറിയണം. കൊട്ടിഘോഷിച്ച് ഓരോ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം വിട്ടിത്തം തിരിച്ചറിയുമ്പോ ശത്രുപാളയത്തിൽ അങ്ങോട്ട് ചെന്ന് സന്ധി ഒപ്പുവെക്കുന്ന പതിവ് തന്ത്രം ഉണ്ടല്ലോ. പാർട്ടി മൂക്കുകയറിട്ടു, സാമന്ത്രിമാർ പാലം വലിച്ചു, ഘടകകക്ഷികൾ ഘടകം തിരിഞ്ഞു, അങ്ങനെ പത്രക്കാരെ ക്ഷണിച്ചു വരുത്തി സ്വയം രക്തസാക്ഷിത്വം സ്ഥാപിച്ചെടുക്കുന്ന സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇതെല്ലാം നേരിടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അമാനുഷമായ ധൈര്യമുള്ളത് കൊണ്ടാണ്, സിനിമകളിലെ നായകന്മാരെ പോലെ. അതുകൊണ്ട് സിനിമയുടെ ഭാഷ കടമെടുത്ത് ഞാൻ പറയട്ടെ, തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്
തന്തയ്ക്ക് പിറന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിന് ഒന്ന് മാത്രം പറഞ്ഞു. ഒപ്പം നിന്ന സഖാക്കന്മാരെ മുഴുവൻ പെരുങ്കള്ളന്മാരെന്ന് മുദ്രകുത്തി പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒറ്റുകൊടുക്കുമ്പോ ഒരു ബുൾഡോസറിന്റെ പൊയ്ക്കാലിൽ ആകാശത്തോളം യശസ്സുയർത്തിയെന്ന് തുഗ്ലക്കിനെ പോലെ വിരിഞ്ഞു നിന്ന് വിഡ്ഢിസ്വർഗം പടുക്കുമ്പോ അതിനെല്ലാം ചേർത്ത് പുത്രൻ മുജ്ജന്മ ശത്രു എന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം നടപ്പിലാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സഖാവ് CP, അല്ലേ സർ? തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്. പിണറായി വിജയനെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം വിനയമില്ല എന്നുള്ളതാണ്. മാധ്യമ വായാടിത്തങ്ങൾക്ക് മുൻപിൽ, മാധ്യമ വേട്ടകൾക്ക് മുന്നിൽ തലകുനിക്കാതിരുന്ന പിണറായി വിജയന്റെ ഈ ശിരസിന്, ഈ ചുമലിന്, ഈ പാർട്ടിക്ക് ലക്ഷോപലക്ഷം ആളുകളുടെ പിന്തുണ കൊണ്ട് മാത്രം ഈ വലിയ പരീക്ഷണത്തെ, വേട്ടയാടലിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ഈ തലയെടുപ്പിന്റെ പേര് ധാർഷ്ട്യം എന്നാണെങ്കിൽ ഈ ധാർഷ്ട്യത്തിന് എന്റെ റെഡ് സല്യൂട്ട്. ഡയലോഗ് ഗംഭീരം, അടുത്ത സിനിമയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി VS-നെ വില്ലനാക്കി ലക്ഷങ്ങൾ നഷ്ടമാകുന്ന സിനിമകൾ എടുക്കാതെ പിണറായിയെ നായകനാക്കി ലാഭകരമായ സിനിമകൾ രഞ്ജി പണിക്കരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ലാവ്ലിൻ വിധിയോടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമയിലും വിപ്ലവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് പ്ലീനാനന്തരം അനൂപ് ചന്ദ്രൻ. ഇവിടെ നൽകിയ സ്വീകരണവും ഇവിടെ പറഞ്ഞ നല്ല വാക്കുകളും എല്ലാം CPIM-ന്റെ